ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ മത്സരിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ന് ഇന്ത്യയിലെത്തും. വോട്ട് തിരിമറി ആരോപണം തള്ളി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ലെന്ന് കമ്മീഷൻ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ലയുടെ നേട്ടവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ഇന്ന് പ്രത്യേക ചർച്ച. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. മലേഷ്യ ഇന്റർനാഷണൽ ചലഞ്ച് വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ ദേവിക സിഹാഗ്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ മത്സരിക്കും. തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹം. BJP പാർലമെന്ററി ബോർഡ് യോഗത്തിനു ശേഷം BJP അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിൽ സമവായത്തിലെത്തുന്നതിന് എല്ലാ പാർട്ടികളുമായും ആശയവിനിമയം നടത്താനാണ് BJP ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. संसदीय बोर्ड की बैठक में जिसका नेतृत्व प्रधानमंत्री नरेंद्र मोदी की उपस्थिति में हुआ, सभी पहलुओं पर चर्चा हुई और नामों पर विस्तृत रूप से जो पार्टी में एक्सरसाइज हुई थी उन सारे एक्सरसाइज के बारे में डेलिब्रेशन हुआ और उसके बाद फिर ये तय हुआ कि हमारे उपराष्ट्रपति के प्रत्याशी के रूप में महाराष्ट्र के राज्यपाल श्री CP राधाकृष्णन जी, उनको हम NDA का प्रत्याशी बनाएंगे. ശ്രീ രാധാകൃഷ്ണന്റെ പാർലമെന്ററി ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നുവെന്നും ഗവർണർ കാലയളവിൽ സാധാരണ പൌരന്മാർ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഭിനന്ദനം അറിയിച്ചു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി വ്യാഴാഴ്ച വരെയാണ്. അടുത്ത മാസം 9-നാണ് തെരഞ്ഞെടുപ്പ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ന് ഇന്ത്യയിലെത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച് പ്രത്യേക പ്രതിനിധികളുടെ 24ാമത് ചർച്ചയിൽ ശ്രീ അജിത് ഡോവലിനൊപ്പം അദ്ദേഹം പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും ചൈനീസ് വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബഹിരാകാശ നിലയത്തിൽ നിന്നും എത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാൻശു ശുക്ലയുടെ നേട്ടവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ പ്രത്യേക ചർച്ച നടക്കും. 2047 വികസിത ഭാരതത്തിൽ ബഹിരാകാശ പദ്ധതിയുടെ നിർണായക പങ്ക് എന്ന വിഷയത്തിലാണ് ചർച്ച. വോട്ട് തിരിമറി ആരോപണം തള്ളി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കമ്മീഷൻ ഒരിക്കലും പിന്മാറില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രീയ വിവേചനമില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. लोकसभा के चुनाव की प्रक्रिया में 1 करोड़ से भी अधिक कर्मचारी, 10 लाख से भी अधिक बूथ लेवल एजेंट्स, 20 लाख से भी अधिक प्रत्याशियों के पोलिंग एजेंट्स चुनाव के लिए कार्य करते हैं. कुछ मतदाताओं द्वारा दोहरे मतदान के आरोप लगाए गए. सबूत मांगने पर जवाब नहीं मिला. ऐसे मिथ्या आरोपों से न तो चुनाव आयोग डरता है और न ही कोई मतदाता. ഇരട്ട വോട്ട് നടന്നതായി ചിലർ ആരോപിക്കുന്നുണ്ടെങ്കിലും തെളിവ് ചോദിച്ചാൽ ഉത്തരമില്ലെന്നും ശ്രീ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. ജമ്മു കശ്മീരിലെ കത്വയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ഗുരുതര പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും നിസ്സാര പരിക്കേറ്റവർക്ക് 50,000 രൂപയും വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും സാധ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പ്രദേശത്ത് രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. ദുരന്തത്തിൽ മരിച്ച 50ഓളം പേരുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 80ഓളം പേരെ കാണാതായി എന്നാണ് ഇതുവരെ ലഭിച്ച വിവരം. ഓഗസ്റ്റ് 1 പുറത്തിറക്കിയ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രകാരം ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം വോട്ടർമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്നാണ് നടപടി. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കിയതിന്റെ കാരണങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മറവിൽ വോട്ടർമാരെ ഒഴിവാക്കാനും ഉൾപ്പെടുത്താനും ശ്രമം നടക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. വോട്ടർ അധികാർ റാലിക്ക് മുന്നോടിയായി ബീഹാറിലെ സസാറാമിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
രാജ്യത്തെ ദരിദ്രരുടെയും ദുർബലരുടെയും സമ്മതിദാനാവകാശം ദുർവിനിയോഗം ചെയ്യാൻ അനുവദിക്കില്ലെന്നും ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഓണപരീക്ഷ ഇന്ന് ആരംഭിക്കും. UP ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് പരീക്ഷ ആരംഭിക്കുന്നത്. LP വിഭാഗത്തിന് ബുധനാഴ്ച മുതലാണ് പരീക്ഷ. ഓണപരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർച്ച തടയാൻ വിദ്യാഭ്യാസ വകുപ്പ് മാർഗരേഖ പുറത്തിറക്കി. പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് മാത്രമേ ചോദ്യക്കടലാസ് അടങ്ങുന്ന പാക്കറ്റുകൾ പൊട്ടിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ ഓണപരീക്ഷയും മാറ്റിവച്ചു. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ട് തുറന്നു. പീച്ചി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ 4 ഷട്ടറുകളും കൂടുതൽ ഉയർത്താൻ സാധ്യതയുണ്ട്. ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ എന്നീ അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ നിന്നും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേരാണ് ചികിത്സയിലുള്ളത്. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ ഇന്ന് നിർണായക കൂടിക്കാഴ്ച നടത്തും. യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് അതിവേഗം പരിഹാരം കണ്ടെത്തുന്നത് ലക്ഷ്യമിട്ടാണ് കൂടിക്കാഴ്ച. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡന്റ്, ജർമ്മൻ ചാൻസലർ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ്, നാറ്റോ സെക്രട്ടറി എന്നിവർ ഉൾപ്പെടുന്ന ഉന്നത യൂറോപ്യൻ പ്രതിനിധി സംഘവും ചർച്ചയിൽ പങ്കെടുക്കും. സെലൻസ്കിയുടെ നിലപാട് ശക്തിപ്പെടുത്താനും നിർദ്ദിഷ്ട സമാധാന വ്യവസ്ഥകൾ യുക്രൈന്റെ പരമാധികാരത്തെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും ചർച്ച ലക്ഷ്യമിടുന്നു. മലേഷ്യ ഇന്റർനാഷണൽ ചലഞ്ച് 2025 വനിതാ സിംഗിൾസ് കരസ്ഥമാക്കി ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ദേവിക സിഹാഗ്. ഫൈനലിൽ തന്റെ എതിരാളിയെ 15-7, 15-12 എന്ന സ്കോറിനാണ് താരം പരാജയപ്പെടുത്തിയത്. സ്വീഡിഷ് ഓപ്പണിലും പോർച്ചുഗൽ ഇന്റർനാഷണലിലും അന്താരാഷ്ട്ര സീരീസ് തലത്തിൽ താരം കിരീടം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബംഗളൂരുവിൽ നടന്ന സീനിയർ ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലും ജേതാവായിരുന്നു. നിലവിലെ ലോക ചാമ്പ്യനും 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവുമായ നീരജ് ചോപ്ര ഡയമണ്ട് ലീഗ് ഫൈനലിൽ സ്ഥാനം ഉറപ്പാക്കി. ഈ മാസം 27, 28 തീയതികളിൽ സ്വിറ്റ്സർലൻഡിലെ സ്യൂറിക്കിലാണ് മത്സരം. സൈലീഷ്യയിൽ നടന്ന മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും ഈ സീസണിൽ മുൻ പ്രകടനങ്ങളുടെ മികവിലാണ് ചോപ്ര യോഗ്യത ഉറപ്പാക്കിയത്. 2022 ഡയമണ്ട് ലീഗ് കിരീടം നേടിയ ചോപ്ര കഴിഞ്ഞ 2 വർഷം റണ്ണറപ്പായിരുന്നു. അതേസമയം ഡയമണ്ട് ലീഗ് ഫൈനലിൽ പങ്കെടുക്കുന്ന കാര്യം നീരജ് ചോപ്ര സ്ഥിരീകരിച്ചിട്ടില്ല. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളും ഡയമണ്ട് ഹാർബർ FCയും സെമി ഫൈനലിലെത്തി. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ 2-1 മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ പരാജയപ്പെടുത്തി. 16 തവണ ഡ്യൂറന്റ് കപ്പ് ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാൾ സെമിയിൽ അരങ്ങേറ്റക്കാരായ ഡയമണ്ട് ഹാർബറിനെ നേരിടും. ഷില്ലോങ് ലാജോങ്ങും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമാണ് സെമിയിൽ ഏറ്റുമുട്ടുന്ന മറ്റു ടീമുകൾ. ബൾഗേറിയയിൽ നടക്കുന്ന അണ്ടർ-20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യൻ താരം വിശാലിന് പരാജയം. 20-കാരനായ ഇന്ത്യൻ താരം 97 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ കടുത്ത പോരാട്ടം നടത്തിയ ശേഷം 9-11 എന്ന സ്കോറിനാണ് മെഗോമെഡോവിനോട് പരാജയപ്പെട്ടത്. തുടർന്ന് വിശാൽ വെങ്കല മെഡലിനായി പോരാടും. ഗാസ സിറ്റിയിൽ നിന്ന് താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി നിരസിച്ച് ഹമാസ്. വംശഹത്യയ്ക്കുള്ള ഇസ്രയേലിന്റെ പുതിയ നീക്കമാണിതെന്ന് ഹമാസ് ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ മത്സരിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ന് ഇന്ത്യയിലെത്തും. വോട്ട് തിരിമറി ആരോപണം തള്ളി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ലെന്ന് കമ്മീഷൻ. പാർലമെന്റിൽ വർഷകാല സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ലയുടെ നേട്ടവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ഇന്ന് പ്രത്യേക ചർച്ച. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. മലേഷ്യ ഇന്റർനാഷണൽ ചലഞ്ച് വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ ദേവിക സിഹാഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.